ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BAC മലയാളം വിദ്യാർത്ഥികൾക്ക് സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് പ്ലാച്ചിമട സമരനായികയുടെ ആത്മകഥയിലെ ഒരു അധ്യായം. പ്ലാച്ചിമട സമരനായിക മൈലമ്മയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവരുടെ ആത്മകഥയാണ് മൈലമ്മ ഒരു ജീവിതം എന്ന് പറയുന്നത്. മൈലമ്മ ഒരു ജീവിതം എന്ന് പറയുന്ന ആത്മകഥയിലെ 13ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജ്യോതിബായ് പരിയാടത്ത് എന്ന് പറയുന്ന വ്യക്തി മൈലമ്മയിൽ നിന്ന് കേട്ട് എഴുതിയതായിട്ടാണ് ഇതിൻ്റെ ആഖ്യാനം. ജ്യോതിബായ് പരിയാടത്ത് എന്ന് പറയുന്നത് മലയാളത്തിലെ ശ്രദ്ധേയപരമായിട്ടുള്ളൊരു കവയത്രിയാണ്. വിവർത്തകയും ബ്ലോഗറുമൊക്കെ ആയിട്ട് മലയാളത്തിൽ ശ്രദ്ധേയപരമായിട്ട് കലാകൗമുദിയിലും മാധ്യമ വാഴ്ചപ്പതിപ്പിലൊക്കെ നിറഞ്ഞ കവിതകൾ എഴുതിക്കൊണ്ട് അവർ ശ്രദ്ധേയപരമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. കാവ്യം സുഖേയം എന്ന ഒരു ഓഡിയോ ബ്ലോഗൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്വന്തം ശബ്ദത്തിൽ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മുന്നേറ്റം. ഇത്തരത്തിൽ ഈ പറയുന്ന മൈലമ്മയുടെ ആത്മകഥ മൈലമ്മ പോരാട്ടമേ വാഴ്കൈ എന്ന് 2007 അത് തമിഴിലേക്കൊക്കെ വിവർത്തനം ചെയ്ത കൃതിയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. മൈലമ്മയുടെ അനുഭവങ്ങളെ വാക്കുകളെയൊക്കെ നേരിട്ട് രേഖപ്പെടുത്തിയ ഒരു സംഭാഷണ രൂപത്തിലാണ് ജ്യോതിബായ് പരിയാടത്ത് ഇത് ആഖ്യാനം ചെയ്തിട്ടുള്ളത്. മൈലമ്മയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, അവരുടെ ലാളിത്യം, ധീരത, പ്രകൃതിയോട് നിരന്തരം നടത്തുന്ന സ്നേഹം, പോരാട്ടം എന്നിവയൊക്കെ വായനക്കാരിലേക്ക് ഈ കൃതിയിലൂടെ എത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിൽ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി ഭൂഗർഭജലം അമിതമായി ഊറ്റിയെടുത്ത് ആ പ്രദേശത്ത് ഏകദേശം 300 കിണറുകളോളം വറ്റിപ്പോകുന്നുണ്ട്. ആ വറ്റിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജലമലിനീകരണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് പരിസ്ഥിതി ചൂഷണത്തിനെതിരെ ആദിവാസികളും സാധാരണ ജനങ്ങളും നടത്തിയ ഐതിഹാസികപരമായിട്ടുള്ള സമരമാണ് പ്ലാച്ചിമട സമരം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം. ഈ സമരമുഖത്ത് വിദ്യാഭ്യാസമോ അധികാരമോ ആൾബലമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായ മൈലമ്മ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ജ്യോതിബായ് പരിയാടത്തിൻ്റെ മൈലമ്മയുടെ ജീവിതത്തെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ മൈലമ്മയുടെ ജീവിതാനുഭവങ്ങളുടെ സമരത്തിൻ്റെ ചരിത്രവുമായിട്ട് അദ്ദേഹം കോർത്തിണക്കുന്നുണ്ട്. ഈ കേവലം ജലത്തിന് വേണ്ടിയിട്ടുള്ള സമരം എന്നതിനപ്പുറം ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതവും നിലനിൽപ്പും എങ്ങനെയാണ് വൻകിട കോർപ്പറേറ്റുകൾ ലാഭക്കുതിയാൽ ഭീഷണി നേരിടുന്നു എന്ന് കൃതി തുറന്നു കാട്ടുന്നുണ്ട്. നമുക്കറിയാം, സാഹിത്യത്തിലും നമ്മുടെ പൊതുസമൂഹത്തിലും പലപ്പോഴും നിശബ്ദമാക്കപ്പെട്ടു പോകുന്ന ആദിവാസി സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഭാഷയായിട്ട് ശബ്ദമായിട്ട് ഈ പുസ്തകം നിലകൊള്ളുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 13ാമത്തെ അധ്യായമാണ് നമുക്ക് വിശദ പഠനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. കേട്ടെഴുതുന്ന രീതിയിലായതിനാൽ സംസാര രൂപേണയാണ് നമുക്കിത് വായിക്കാൻ കഴിയുക. 2002 ഏപ്രിൽ 22 ഈ പറയുന്ന ഐതിഹാസികപരമായിട്ടുള്ള പ്ലാച്ചിമട സമരം നടത്താൻ തീരുമാനിക്കുന്നത്. അന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു എന്ന് മൈലമ്മ ഓർക്കുന്നുണ്ട്. അന്ന് ഭൂമി ദിനം, ഈ ഭാഗത്ത് ഭൂമി ദിനം എന്നാണ് പറയുന്നത്, ഭൂമി ദിനമായിരുന്നു അത്. തങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് മണ്ണിനും വെള്ളത്തിനും കാറ്റിനും വേണ്ടിയിട്ട് പോരാടാൻ ഇതിനും നല്ലൊരു ദിവസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. ആ ദിവസം കൊക്കക്കോള കമ്പനി അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പലർക്കും ജോലി കൊടുക്കാം, വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറേ പേർ അതിൻ്റെ വാക്കുകേട്ടൊക്കെ പിന്നാലെ പോവുകയും കുറേ പേർ സമരത്തോട് ചേർന്ന് നിന്നതായിട്ടൊക്കെ അവർ ഓർക്കുന്നുണ്ട്. പിന്നീട് സമരമുഖത്തേക്ക് അന്നത്തെ മുത്തങ്ങ സമരനായികയായ CK ജാനു വരുന്നുണ്ട്. CK ജാനു ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എത്ര നാൾ ഈ സമരം ഇങ്ങനെ നിലനിൽക്കുന്നുള്ളൊരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അന്ന് വന്ന നേതാക്കന്മാരിൽ ആരോ ഒരാൾ ഒരു കഥ പറയുകയുണ്ടായി. ദാവീദ് എന്ന ചെറിയ കുട്ടിയും ഗോലിയത്ത് എന്ന് പറയുന്ന രാക്ഷസനെ തോൽപ്പിച്ചത് ഒരുപാട് സമയമെടുത്തിട്ടാണ്. അത്തരത്താൽ നമ്മളും ഈ സമരം തുടർന്നു പോകുമ്പോൾ കമ്പനി ഒരു നാൾ തോൽക്കുമെന്ന് പറഞ്ഞ കഥയൊക്കെ ഒരുപാട് പേർക്ക് പ്രചോദനമായി എന്നൊക്കെ മൈലമ്മ ഓർക്കുന്നുണ്ട്. ജാനു
അവരുടെ സമരമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് എല്ലാവരിലും ആവേശമുണ്ടാക്കി. പിന്നീടാണ് മുത്തങ്ങ സമരത്തിൽ ജാനു ജയിലിലടയ്ക്കപ്പെടുന്നുണ്ട്. മൈലമ്മ തിരുവനന്തപുരത്ത് ജയിലിൽ പോയിട്ട് CK ജാനുവിനെ കാണുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. തങ്ങളിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്നൊരു വേദന ഉണ്ടാക്കി എന്നൊക്കെ മൈലമ്മ പറയുന്നുണ്ട്. പിന്നീട് ജാനു ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും കുറച്ചു കാലം ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു പരിഭവമൊക്കെ മൈലമ്മ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് ഒരു നീണ്ട സാംസ്കാരിക നായകന്മാരുടെ കടന്നുവരവിനെക്കുറിച്ചാണ് പറയുന്നത്. അയ്യങ്കാളിപ്പട വന്നു, പിന്നെ മേധാ പട്കർ വന്നു, സാറാ ജോസഫ് വന്നു, സുഗതകുമാരി ടീച്ചർ വന്നു, MT വന്നു, സുകുമാർ അഴീക്കോട്, അങ്ങനെ ധാരാളം പേർ സമരമുഖത്ത് വരുന്നു. വിദേശത്തുനിന്ന് ആൾക്കാർ വരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എപ്പോഴും സമരവേദികളിൽ പ്രസംഗങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിരന്തര പ്രസംഗങ്ങൾ നടക്കുന്നത് കൊണ്ട് മൈലമ്മ പറയുന്നുണ്ട്, ആ പ്രസംഗം കേട്ട് ഞാനും പ്രസംഗിക്കാൻ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ പോയാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വായുവും വെള്ളവും മണ്ണും ഞങ്ങൾക്ക് മാത്രമാണ്, അത് നശിപ്പിക്കുന്നവർക്കെതിരെ ഞങ്ങൾ എന്നും പോരാടുമെന്ന് മൈലമ്മ പറയുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും പല പരിഹാസങ്ങളും സമരം ചെയ്യുന്നവർക്ക് പിന്നീട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ ഇത്ര വലിയ കമ്പനികളോട് സമരം ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് കളിയാക്കുന്നവരുണ്ടായിരുന്നു. വയറൊട്ടി വിശന്നാൽ ഇവരൊക്കെ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. ജോലി ചെയ്യാൻ മടിച്ചിട്ടാണ് സമരപ്പന്തൽ കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് മൈലമ്മ ഓർക്കുന്നുണ്ട്. പിന്നീട് പലപ്പോഴായി പോലീസ് മർദ്ദനങ്ങൾ വന്നു. സമരം 55-ാം ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനി വളമെന്ന് പറഞ്ഞ മാലിന്യം സമരക്കാർ കമ്പനിക്ക് മുന്നിൽ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ ദുർഗന്ധം അവരറിയണമല്ലോ എന്ന് പറയുന്നുണ്ട്. അന്ന് പോലീസിൽ നിന്നും അടി നടന്നു. പിന്നീട് വോട്ട് ചോദിക്കാൻ മാത്രം തങ്ങൾക്കിടയിലേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികളോടുള്ള എതിർപ്പും മൈലമ്മ തുറന്നു പറയുന്നുണ്ട്. ജനിച്ചാലും മരിച്ചാലും വെള്ളം വേണം, ആ വെള്ളത്തിനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന കമ്പനി ആരനുകൂലിച്ചാലും ഞങ്ങൾ എതിർക്കും എന്നത് തന്നെയായിരുന്നു അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. സമരം അങ്ങനെ നീണ്ടുപോയി. 1 കൊല്ലം പിന്നിട്ടപ്പോൾ വെള്ളം പരിശോധിക്കുന്നവർ ആ വെള്ളം കുടിക്കാൻ പറ്റില്ലെന്നും കമ്പനി വളം യഥാർത്ഥത്തിൽ വളമല്ലെന്നും പറഞ്ഞു. ഈ കമ്പനിയെ കൊണ്ട് ജനങ്ങൾക്ക് നാശമല്ലാതെ ഒരു ഗുണവുമില്ല എന്ന് ഉറപ്പായി എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നീണ്ട സമരത്തിൻ്റെ അവസാനം നമുക്കറിയാം, ഈ പ്ലാച്ചിമട പ്ലാന്റ് പൊട്ടിപ്പോകേണ്ട ഒരവസ്ഥ വന്നു. മൈലമ്മയുടെ സമരം ജയിച്ചതായിട്ട് നമുക്ക് അറിയാം. ഓർത്തു വയ്ക്കുക, മൈലമ്മയുടെ ജീവിതകഥയാണ് മൈലമ്മ ഒരു ജീവിതം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.